Assalamualaikum warahmatullahi ta'ala wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. സ്നേഹം നിറഞ്ഞ ആദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മോമിനീങ്ങളെ, സംഘടനാ കുടുംബത്തിലെ പ്രവർത്തകരെ, അല്ലാഹു നമ്മിൽ നിന്ന് ഈ മജ്ലിസും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ അല്ലാഹു കബൂലാക്കി തീർക്കുമാറാകട്ടെ. കൂടുതൽ പ്രസംഗങ്ങളും കാര്യങ്ങളും പറയാനുള്ള സന്ദർഭമല്ല. ഇവിടെ തൊട്ടു മുമ്പ് SSF സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുഫിയാൻ സഖാഫി ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരുപാട് മോമിനീങ്ങൾ. ഞാൻ 2 വാക്കുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇതൊന്നും ആരും എവിടെയും പേര് കിട്ടാനോ പെരുമ കിട്ടാനോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പ്രശസ്തികൾക്ക് വേണ്ടിയോ അല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതാതിന്റെ കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും അതാതിന്റെ നിലവാരമനുസരിച്ചുകൊണ്ട് അതാത് സന്ദർഭങ്ങളിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നുവോ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നുണ്ടോ അതാത് കാലഘട്ടത്തിലുള്ള നേതാക്കളും പണ്ഡിതന്മാരും കൂടിയാലോചിച്ച് നടപ്പിലാക്കുകയും അതിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിം ഉമ്മത്ത് എല്ലാ വിഭാഗം ആളുകളും യുവാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും കാരണവന്മാരും എന്ന് വേണ്ട ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ ഇവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീടകങ്ങളിൽ കിടന്ന് വേർത്തൊലിച്ചിട്ട് തന്റെ കൊണ്ടാകുന്ന ഏതൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചെയ്ത ആ സേവനം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത സേവനം, മഹദിമാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരും അന്നത്തെ സ്വഹാബിയത്തുകളുമാകുന്ന വനിതകൾ ചെയ്ത മഹാന്മാരായ വനിതകൾ, മഹദിമാരായ വനിതകൾ ചെയ്ത സേവനം നമ്മുടെ ഇന്നത്തെ നാടുകളിൽ ഇന്നിവിടെ ഈ വനിതകൾ നമ്മുടെ ഉമ്മമാരും ഈ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നത് കരുതി മാത്രമാണ് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ആരും ഇവിടെയും എന്തും ചെയ്യുന്നത് ആർക്കെന്തെങ്കിലും പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനോ അതല്ലെങ്കിൽ ഫോട്ടോകളിൽ വരാനോ അല്ല. നമ്മുടെ ഉമ്മമാര് ചെയ്തത് അതിനു വേണ്ടിയല്ല, നമ്മുടെ സഹോദരിമാർ ഒരിക്കലും ചെയ്തത് അതിനു വേണ്ടിയല്ല. അവർക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് വരുന്നേയില്ല. നേരെ മറിച്ച് അല്ലാഹു റബ്ബു ജലാലുഹു അവന്റെ അടുക്കൽ എന്തെങ്കിലും തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ, മണ്ണറയിൽ കിടക്കുമ്പോ നമുക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരാകുന്ന ശരീരം നൽകിയ ബദരീങ്ങള്, രക്തം നൽകിയ ഉഹദീങ്ങള്, അങ്ങനെയെല്ലാം നൽകിയ സമ്പത്ത് നൽകിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എല്ലാം നൽകി കഫം കൊടുക്ക് പോലും വകയില്ലാതെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ മുത്തനബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കണക്ക് പറഞ്ഞ് ഇസ്ലാമിന്റെ പേടി അവർ ചെയ്ത കാര്യങ്ങൾ കണക്ക് പറഞ്ഞിട്ട് പ്രതിഫലം വാങ്ങുമ്പോ, ദറജ വാങ്ങുമ്പോ, ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രക്ഷിതാക്കളെ, നാം നമ്മുടെ മക്കളെ SSFന്റെ മെമ്പർമാരാക്കുക, നാം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരന്മാരായ പ്രവർത്തകന്മാരാക്കുക. ഇതുകൊണ്ട് ഇവിടെ ഒരു നേട്ടവും വരാൻ പോകുന്നില്ല. ഇന്നീ പരിപാടികൾ ഇവിടെ നടന്നതുകൊണ്ട് ആരുടെയും കീശ വീർക്കാൻ വേണ്ടി പോകുന്നില്ല. നേരെ മറിച്ച് ഓരോ സമയത്ത് വരുമ്പോ, നാസ്തികവാദി വരുമ്പോ അവനോട് അതേ അർത്ഥത്തിൽ തന്നെ ദീനിന്റെ കാര്യം തുടർന്ന് പറയാൻ, അല്ലാഹുവിൽ എന്ന് പറയുന്നവൻ വരുമ്പോ അവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഔന്നിത്യത്തെ കുറിച്ച് പറഞ്ഞുയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ
വിദ്യാർത്ഥികൾ വളർന്നു വരണം. അതുപോലെ തന്നെ കവിത പാടിയിട്ട് ഇസ്ലാമിനെ എതിർക്കുമ്പോ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഔദിത്യം ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ ആളുകൾ വേണം. അങ്ങനെ ഏതേത് മേഖലകളുണ്ടോ എഴുതിക്കൊണ്ട് അതുപോലെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് മറ്റേതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഉയർന്നു വന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ, അല്ലാഹു അക്ബർ എന്ന ആ മഹത്തായ വാക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഭാഗവാക്കാകണം. അല്ലാഹു കബൂലാക്കി തീർക്കുമാറാകട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട SSFന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അത് വളരെ ഉഷാറായിക്കൊണ്ട് അത് സ്വന്തം ദീനിന്റെ കാര്യമാണെന്ന് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ ശരീഫിൽ ഓരോ മുഅ്മിനിനോടും ഓരോ മുസ്ലിമിനോടും പ്രഖ്യാപിച്ചതാണ്. അവനവൻ പ്രഖ്യാപിക്കട്ടെ, അവനവൻ പ്രഖ്യാപിക്കട്ടെ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ സുന്നിയാണ്, ഞാൻ മുസ്ലിമാണ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അതിന് വേണ്ടുന്ന പ്രവർത്തനമായി ഈ SSFന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് നാം എല്ലാവരും അതിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഈ ഒരു പരിപാടിയിലേക്ക് ചേർത്തതുകൊണ്ട്, ഈ ഒരു സംഘടിത ശക്തിയിലേക്ക് ചേർത്തതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് നാളെ റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ മടങ്ങുമ്പോ, നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഹദീസിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഔവലദിൻ സ്വാലിഹിൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, തന്റെ ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്ന മക്കൾ, ഉമ്മക്ക് വേണ്ടി സ്വർഗം ചോദിക്കുന്ന മക്കൾ, ബാപ്പക്ക് വേണ്ടി സ്വർഗം ചോദിക്കുന്ന മക്കൾ, ആ മക്കളെ വളർത്തിയെടുക്കലാണ് SSFന്റെ പണി. ആ വളർത്തിയ മക്കളെ വളർത്തിയെടുക്കലാണ് ഇവിടുത്തെ സംഘകുടുംബ സുന്നി സംഘകുടുംബത്തിന്റെ പണി. ആഖിറമാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം, ആഖിറത്തിന്റെ വിജയമാണ് എല്ലാം കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നേരത്തെ ഇവിടെ സുഫിയാൻ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഈ അവിടുത്തെ ബഹ്റൈനിൽ പോയി, അവിടെയുള്ള മനാമയിലുള്ള സെക്ടർ, മനാമ സെക്ടറിന്റെ ഭാരവാഹികൾ പറഞ്ഞു, നമ്മൾ മുമ്പുണ്ടായതിനേക്കാൾ 1000-ലധികം മടങ്ങ് വർദ്ധിവ് മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാൾ ഉണ്ടാക്കി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട SSFന്റെ ഓരോ മേഖലകളിലുള്ള ഡിവിഷൻ നേതാക്കളെ, സെക്ടർ നേതാക്കളെ, യൂണിറ്റ് നേതാക്കളെ, പ്രവർത്തകരെ, നമ്മോരാത്രം പ്രവർത്തിക്കുക. നമ്മുടെ ചോരയൊഴിക്കുന്നത്, നമ്മുടെ വേർപ്പൊഴിക്കുന്നത്, നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ സമർപ്പിച്ചു ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബഹുവന്ദരായ നാം കണി കണ്ട, നമ്മുടെ കണ്ണുകൊണ്ട് നാം അനുഭവിച്ചു തീർന്ന മഹാന്മാരായ താജുൽ ഉലമ, മഹാന്മാരായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എത്ര നടന്നു ദീനിന് വേണ്ടി. താജുൽ ഉലമ എത്ര കഷ്ടപ്പെട്ടു ദീനിന് വേണ്ടി. ഇന്നും എന്തേ ഉയർന്നു നിൽക്കുന്നു, ഇന്നും എന്തേ വാഴ്ത്തപ്പെടുന്നു. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ അവർക്ക് അല്ലാഹു കൊടുത്തതാണത്. അതാണ് നമ്മളെയും കാത്തിരിക്കുന്നത്. ആ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മോരാത്രം പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഇവിടെ പറയപ്പെട്ടു ഒരുപാട് വീടകങ്ങളിലുള്ള ഉമ്മമാർ അവർ വളരെ സ്നേഹം വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്ന, ഇവിടെ വന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള്, നമ്മുടെ ദീനിന്റെ മക്കള്, അവര് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കട്ടെ, അവര് നല്ല നിറക്ക് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഉമ്മമാർ, സഹോദരിമാർ, അതിന് പ്രചോദനം കൊടുത്ത രക്ഷിതാക്കൾ, ഇവിടെ കൊണ്ടങ്കേരി മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ നേതൃത്വം സഖാഫി ഉസ്താദ്, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകർ, നേതാക്കൾ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നീ ആഫിയത്ത് നൽകണേ
അല്ലാഹ് റഹീമായ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ അവിടെ മുതൽക്കൂട്ടായി നീ എത്തിക്കണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ശഫാഅത്ത് കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാഹ്. അവിടുന്ന് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുടിക്കാനുള്ള കാരണമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകമോചനം കിട്ടാനുള്ള പ്രവർത്തനം ആക്കണം അല്ലാഹ്. ഉമ്മമാർക്കും രക്ഷിതാക്കൾക്കും മോമിനീങ്ങൾക്കും പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹുവേ നീ അർഹമായ കൂലി നൽകണം റഹ്മാനെ. ആരോഗ്യവും ആഫിയത്തും നീ നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ ഈ പരിപാടിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കർണാടകത്തില് താജുൽ ഉലമയുടെ പേരിലുള്ള ആധികാരിക താജുൽ ഉലമ തന്നെ കുറ്റിയടിച്ചു തന്ന്, താജുൽ ഉലമ തന്നെ ഞാനൊരു ദർസിന്റെ പേര് താജുൽ ഉലൂം, താജുൽ ഉലമ എന്ന് ചോദിക്കണമെങ്കിൽ പേടിയാണല്ലോ. ഹയാത്ത് കാലത്ത് തന്നെ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടി താജുൽ ഉലൂം എന്ന് പേരിട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ താജുൽ ഉലമ നാടടോ എന്ന് പറഞ്ഞ് എനിക്ക് കൈ നീട്ടിത്തന്നു. ഞാൻ ആ കൈ പിടിച്ച് കബിൽത്ത് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ കർണാടകത്തിലുള്ള ഏക സ്ഥാപനം അത് താജുൽ ഉലമ ഇസ്ലാമിക് കോംപ്ലക്സ് തലക്കി എന്നുള്ള നമ്മുടെ മഹത്തായ സ്ഥാപനമാണ്. ഒരുപാട് ബർക്കത്തുള്ള സ്ഥാപനമാണ്. മാസത്തിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഉണ്ട്. ഇപ്പൊ തന്നെ 1000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടുകൂടി